വിസ്ഡം ഗ്ലോബൽക്കാർക്കുള്ള മറുപടി തുടരുകയാണ്. മുജാഹിദ് പണ്ഡിതനായ ഷമീർ മദീനി ഡയലോഗ് എന്ന വിസ്ഡംകാരുടെ പരിപാടിയിൽ യുക്തിയുടെ മതം എന്ന പേരിൽ നടത്തിയ പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള ഏതാനും സെൻറ്റൻസുകളാണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതും സാമാന്യ യുക്തിക്ക് നിരക്കാത്തതും വിഡ്ഢിത്തങ്ങളുമാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കേണ്ടായി. മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതിയുണ്ട്. ആരാണ് പരിമിതി നിശ്ചയിച്ചത്? ആരാണ് പരിമിതി ഉണ്ടാക്കിയത്? അള്ളാഹു. പരിമിതമായ ആ യുക്തിയിൽ കൊള്ളാത്ത കാര്യങ്ങൾ മനുഷ്യനെ അറിയിക്കാൻ വേണ്ടി അള്ളാഹു അഡീഷണൽ മെസ്സേജ് അയച്ചു. എന്തിനാണ് മനുഷ്യൻ്റെ യുക്തിയിൽ കൊള്ളാത്ത കാര്യങ്ങൾ അഡീഷണൽ മെസ്സേജ് ആയിട്ട് അയക്കുന്നത്? നമുക്ക് യുക്തി കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ മെസ്സേജിലുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ അഡീഷണലായിട്ട് മെസ്സേജ് കൊടുത്തയച്ചത്. അങ്ങനെയാണെങ്കിൽ ആ മെസ്സേജിൽ നമ്മുടെ സാമാന്യ യുക്തിക്ക്, അതായത് പരിമിതിയുള്ള നമ്മുടെ യുക്തിക്ക് തന്നെ പരിശോധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തിനാണ് ഉൾപ്പെടുത്തിയത്? നമ്മുടെ യുക്തിക്ക് കണ്ടെത്താൻ കഴിയാത്ത വലിയ വലിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ പോരെ അവിടുന്ന് കൊടുത്തയക്കുന്ന മെസ്സേജിൽ. എന്നാൽ ഖുർആനിൽ നമ്മൾ കാണുന്ന അങ്ങനെയൊന്നുമല്ല. ഖുർആനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സാമാന്യ യുക്തിക്ക്, ഒരു സാധാരണ മനുഷ്യന്, ഒരു കൊച്ചുകുട്ടിക്ക് പോലും സ്വന്തം യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഖുർആനിലെ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആ പരിമിതമായ യുക്തി പ്രയോഗിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കുള്ള അത്ര പോലും യുക്തിയോ അറിവോ ഇത് കൊടുത്തയച്ച ആൾക്കില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ ഈ കൊടുത്തയച്ച ആൾ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തു നിന്നുള്ള ഒരാളാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ കൊടുത്തയച്ചു എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളാണോ? ഇതാണ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇദ്ദേഹം മനുഷ്യൻ്റെ ബുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടരുന്നത് കേൾക്കാം. ബുദ്ധി ഉപയോഗിക്കാത്ത, കാര്യങ്ങൾ പഠിക്കുവാനും ചിന്തിക്കുവാനും തയ്യാറല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ഉലൈക കൽ അൻആം ബൽ ഹും അദൽ, അവർ നാൽക്കാലികളെ പോലെയാണ്, അല്ല നാൽക്കാലി മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരാണ് എന്ന് ഇത്രമാത്രം വ്യക്തവും ശക്തവുമായ രീതിയിൽ ബുദ്ധിയെ ഉത്തേജിപ്പിച്ച, ചിന്തിക്കുവാനും പഠിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ഏത് പ്രത്യയ ശാസ്ത്രമാണ് സഹോദരങ്ങളെ നമുക്ക് മുമ്പിൽ കാണുവാൻ സാധിക്കുക? ബുദ്ധിയെ സംരക്ഷിച്ചു നിർത്തുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇസ്ലാമിക സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിമിതി നിശ്ചയിച്ചതിന് ശേഷം ആ പരിമിത ബുദ്ധി കൊണ്ട് മനുഷ്യർക്ക് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അഡീഷണൽ മെസ്സേജായിട്ട്, വെളിപാടായിട്ട് കൊടുത്തയച്ച ഒരു ദൈവം, ആ കൊടുത്തയച്ച വെളിപാടിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാവാത്തവരെ കന്നുകാലികൾ എന്നും കന്നുകാലികളെക്കാൾ അധപ്പതിച്ചവർ എന്നൊക്കെ തെറി വിളിക്കേണ്ട കാര്യം എന്താണ്? കാരണം മനുഷ്യർക്ക് പരിമിതമായ ബുദ്ധി ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. ആ അള്ളാഹു തന്നെയാണ് ആ ബുദ്ധിയിൽ കൊള്ളാത്ത കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ മെസ്സേജായിട്ട് ഇത് കൊടുത്തയച്ചിട്ടുള്ളത്. എന്നിട്ട് ആ അഡീഷണൽ മെസ്സേജിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാത്തവരെ കന്നുകാലികൾ എന്ന് അതേ അള്ളാഹു വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തിൽ ഈ കന്നുകാലികളുടെ അവസ്ഥയിൽ ഇപ്പോൾ ഉള്ളത്? നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഖുർആനിലുള്ളതെങ്കിൽ നമുക്ക് ചിന്തിച്ച് നോക്കാം. അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ബുദ്ധി വെച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ പൊട്ടത്തരാണെന്നാണ് മനസ്സിലാവുന്നത്. എങ്കിൽ പിന്നെ നമ്മൾ ചിന്തിക്കുന്നില്ല, ബുദ്ധി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ കന്നുകാലികൾ എന്ന് വിളിക്കാനും നമ്മളെ പരലോകത്ത് ചോദ്യം ചെയ്യാനും ഇയാൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ഇനി ഒരു ദൈവം, പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഈ കന്നുകാലികളുടെ സൃഷ്ടാവാണ്, മനുഷ്യൻ്റെയും സൃഷ്ടാവാണ്, എല്ലാ ജന്തുക്കളുടെയും സൃഷ്ടാവാണ്. ആ സൃഷ്ടാവ് താൻ സൃഷ്ടിച്ചു വിട്ട ജന്തുക്കളിൽ ഒരു വിഭാഗത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി മറ്റൊരു വിഭാഗത്തെ പേര് പറയുക എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ സംസ്കാരത്തിന് ചേർന്നതാണ്. മനുഷ്യനെ കന്നുകാലികൾ എന്നൊക്കെ വിളിക്കൽ മനുഷ്യരാണ്. കാരണം അത് മനുഷ്യർ തമ്മിലുള്ള ഭാഷാ വ്യവഹാരത്തിൽ മനുഷ്യർക്ക് പരസ്പരം അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിച്ച് വരുന്നൊരു ശീലമാണ്. അതൊക്കെ ഒരു ദൈവം എടുത്തിട്ട് വീശുക എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ നിലവാരം എന്താണ്? കന്നുകാലികൾ അധപ്പതിച്ചവരാണ് എന്ന് ആരാണ് ഈ ദൈവത്തിനോട് പറഞ്ഞത്? കന്നുകാലികൾക്ക് എന്താ അധപ്പതനമുള്ളത്? കന്നുകാലികൾക്ക് കന്നുകാലികളായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ബുദ്ധിയും സിദ്ധിയും ഒക്കെ ഉണ്ട്. പിന്നെ അവരെ അധപ്പതിച്ചവരും അവരെക്കാൾ അധപ്പതിച്ചവരും എന്ന് മനുഷ്യരെ അധിക്ഷേപിക്കാൻ വേണ്ടി ദൈവം തന്നെ സൃഷ്ടിച്ച ഈ കന്നുകാലികളെക്കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ് ദൈവത്തിന്? ഇതൊക്കെ ഒരു ദൈവം പറയുന്നതാണോ അതോ മനുഷ്യൻ പറയുന്നതാണോ? ഒരു ദൈവത്തിൻ്റെ സംസ്കാരത്തിൽപ്പെട്ടതാണോ അതോ മനുഷ്യൻ്റെ സംസ്കാരത്തിൽപ്പെട്ടതാണോ എന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഇച്ചിരി സംസ്കാരം, വിദ്യാഭ്യാസം, അറിവുമൊക്കെ ഉള്ള ആളുകൾ പോലും മനുഷ്യരെ ഇനി അവരെന്ത് തെറ്റ് ചെയ്താലും ഇതുപോലെ തെറി വിളിക്കാറില്ല, അധിക്ഷേപിക്കാറില്ല. ഇവിടെ ഈ ദൈവം എന്ന് പറഞ്ഞ അഡീഷണൽ മെസ്സേജ് കൊടുത്തയച്ച ദൈവം ആ അഡീഷണൽ മെസ്സേജ് കൊടുത്തയച്ചതാണോ അതോ മുഹമ്മദ് കള്ളം പറയുന്നതാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മുഹമ്മദിനോട് തെളിവുകൾ ചോദിച്ചപ്പോൾ ആ തെളിവുകൾ ചോദിച്ച മനുഷ്യരെ മുഴുവൻ കന്നുകാലികളെന്നും അതിനേക്കാൾ അധപ്പതിച്ചവരെന്നും എന്ന് മാത്രമല്ല അതിനേക്കാൾ വൃത്തികെട്ട തെറികൾ ഉപയോഗിച്ചുകൊണ്ട്
ഈ ഖുർആനിൽ തെറി വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പ്രപഞ്ച സൃഷ്ടാവ് പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ച പുസ്തകത്തിൽ നിന്ന് കൊടുത്തയച്ച മെസ്സേജിൽ മനുഷ്യരെ ഇങ്ങനെ കന്നുകാലികൾ, നികൃഷ്ട ജന്തുക്കൾ, നിന്ദ്യന്മാരായ കുരങ്ങന്മാർ, നാവ് നീട്ടിയ പട്ടികൾ, കഴുതകൾ, തന്തയ്ക്ക് പറക്കാത്തവർ, വിറക് ചുമന്നുകൊണ്ട് നടക്കുന്നവൾ, വാല് മുറിഞ്ഞവന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം തെറിവാക്കുകളാണ് ഈ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ആർക്കെതിരെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്? മനുഷ്യർക്കെതിരെ. മക്കയിൽ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർക്കെതിരെയാണ് പ്രയോഗിച്ചത്. പക്ഷേ ലോകാവസാനം വരേക്കുള്ള ഒരു കിതാബിലാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ ആ തെറിവാക്കുകൾ നമുക്കൊക്കെ ബാധകമാണ്. കാരണം ഇത് വിശ്വസിക്കാൻ തയ്യാറാവാത്ത, ഇതിനെ ചോദ്യം ചെയ്ത, ഇതിൻ്റെ യുക്തിയെ ചോദ്യം ചെയ്ത, ഇതിന് തെളിവ് ചോദിച്ച ആളുകളോടാണ് ഈ നികൃഷ്ട ജീവികൾ, കന്നുകാലികൾ, കഴുതകൾ, തന്തയ്ക്ക് പിറക്കാത്തവർ, തുമ്പിക്കൈ ഉള്ളവർ, മൂക്ക് നീണ്ട ഒരു മനുഷ്യനെ നോക്കിയിട്ട് തുമ്പിക്കൈ എന്ന് വരെ വിളിച്ച് ബോഡി ഷേമിംഗ് അടക്കം നടത്തുന്ന തെറിപ്രയോഗങ്ങൾ ഈ ഖുർആനിൽ കാണാം. ഇതൊക്കെ വായിച്ചാൽ പരിമിതമായ ബുദ്ധിയാണ് ഉള്ളതെങ്കിൽ പോലും ആ പരിമിത ബുദ്ധി ഉപയോഗിച്ച് ഇതിൻ്റെ മേലെ ഒന്ന് ചിന്തിച്ചാൽ ഈ വാചകങ്ങളുടെയൊക്കെ ഉപജ്ഞാതാവ് ആരാണ്? പ്രപഞ്ച സൃഷ്ടാവും മനുഷ്യരെയും ഈ പ്രകൃതിയെയും ഈ മൃഗങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച ഒരു മഹാനായ ദൈവത്തിൻ്റെ വാക്കുകളാണോ ഇത്? അതോ താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ തൻ്റെ സഹജീവികളോട് വിദ്വേഷം തോന്നിയ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള വൃത്തികേടുകളാണോ ഇത് എന്ന് ഇവിടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. ആ ബുദ്ധി ഉപയോഗിക്കുന്നവരെയാണ് ഇവിടെ ബുദ്ധി ഉപയോഗിക്കാത്തവർ എന്ന് പറഞ്ഞുകൊണ്ട് കന്നുകാലികൾ എന്ന് പറഞ്ഞ് തെറി വിളിക്കുന്നത്. സാമാന്യ ബുദ്ധി ഉപയോഗിച്ചത് കൊണ്ടാണ് മക്കയിലുള്ള ആളുകൾ മുഹമ്മദിനോട് തെളിവ് കൊണ്ടുവാ, നീ ഇങ്ങനെ ബടായി പറഞ്ഞാൽ പോരാ എന്നാവശ്യപ്പെട്ടത്. മുഹമ്മദ് തന്നെ ബടായി പറഞ്ഞ തെളിവുകളാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. പ്രവാചകന്മാരായാൽ അവരിങ്ങനെയൊക്കെ ചെയ്യും, അവരാകാശത്തുനിന്ന് കിതാബ് കൊണ്ടുവരും, അവർ സ്വർണത്തിൻ്റെ കൊട്ടാരം താങ്ങിക്കൊണ്ടുവരും, അവർ മരുഭൂമിയിൽ അരുവി ഒഴുക്കി കാണിക്കും, അവർ തോട്ടമില്ലാത്തടത്ത് തോട്ടമുണ്ടാക്കും എന്നൊക്കെയുള്ള അത്ഭുത വൃത്താന്തങ്ങൾ, അത്ഭുത കൃത്യങ്ങൾ പ്രവാചകന്മാർക്ക് കാണിക്കാൻ കഴിയുമെന്ന കഥ മുഹമ്മദാണ് ഈ വെളിപാടിലൂടെ അവിടെ അവതരിപ്പിച്ചത്. അപ്പോഴാണ് മക്കക്കാർ ഇതൊക്കെ വടായി പറഞ്ഞാൽ പോരാ, ഇതൊക്കെ കാണിച്ചുകൊണ്ടാ, തെളിവ് കാണിച്ചുകൊണ്ടാ എന്നാവശ്യപ്പെട്ടത്. ആണ് കന്നുകാലികൾ, അവരെക്കാൾ നികൃഷ്ടർ, തന്തയ്ക്ക് പറക്കാത്തവർ എന്നൊക്കെ പറഞ്ഞ് ഖുർആനിൽ തെറി വിളിച്ചത്. അതൊക്കെ വിളിക്കുന്നത് മുഹമ്മദിൻ്റെ വായ കൊണ്ടാണ്. അതൊക്കെ സാമാന്യമായ ഒരു യുക്തി, പരിമിതമായ യുക്തി മതി ഇതൊക്കെ മനസ്സിലാക്കാൻ. പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തെന്ത് എന്നതുപോലുള്ള നമ്മുടെ യുക്തിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അഡീഷണൽ മെസ്സേജായിട്ട് കൊടുത്തയച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് പോലും നുണയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല ഖുർആനിലുള്ളത്. ഖുർആനിലുള്ളത് വളരെ നിസ്സാരവും ബാലിശവുമായിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്നതും ചിന്തിക്കാവുന്നതുമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ ഈ അവകാശവാദങ്ങളെ ചോദ്യം ചെയ്തവർക്കെതിരെയാണ് ബുദ്ധി ഉപയോഗിക്കുന്നില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഇതുപോലുള്ള തെറിവാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത് ആകെ മൊത്തം ഒന്ന് പരിശോധിച്ചിട്ട് ആകെ മൊത്തം അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇദ്ദേഹം പറയുന്നതാണോ സത്യം? അതോ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചവരെയാണോ ഇവിടെ കന്നുകാലികൾ എന്ന് വിളിക്കുന്നത്? ഇസ്ലാമിൻ്റെയും ഖുർആൻ്റെയും ചരിത്രം വായിച്ചാൽ നമുക്കറിയാം, കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദിനെ ചോദ്യം ചെയ്തവരെയാണ് ഖുർആൻ തെറി വിളിക്കുന്നത്. കന്നുകാലികൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം സൃഷ്ടികളെ അധിക്ഷേപിക്കുക മാത്രമല്ല, മനുഷ്യർക്കിടയിലെ കണ്ണ് കാണാത്തവരും കാത് കേൾക്കാത്തവരും സംസാരിക്കാൻ പറ്റാത്തവരുമായിട്ടുള്ള പരിമിതികളോടുകൂടി ജനിച്ച മനുഷ്യരെപ്പോലും ഈ ഖുർആൻ മറ്റുള്ളവരെ അധിക്ഷേപിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ബധിരര്, അന്ധര്, മൂകര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് പറഞ്ഞ കഥ വിശ്വസിക്കാൻ തയ്യാറാവാത്തവരെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്കാരമുള്ള ഒരു മനുഷ്യനും അത്തരം വാക്കുകൾ പോലും ഉപയോഗിക്കില്ല. കാരണം ആ മനുഷ്യരെയും ഇന്ന് നമ്മൾ മനുഷ്യരായിട്ടാണ് കാണുന്നത്, സഹജീവികളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഒരാളെ അന്ധനെന്നും ബധിരനെന്നും മൂകനും എന്നൊക്കെ അധിക്ഷേപ വാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെ അന്ധരും മൂകരും ബധിരരുമായി ജനിച്ചിട്ടുള്ള മനുഷ്യർ, അത് അവരുടെ കുറ്റം കൊണ്ടല്ല അവരങ്ങനെ ജനിച്ചത്. അവരെ ജനിപ്പിച്ച അള്ളാഹു എന്ന് പറയുന്ന പഠിച്ചവനാണെങ്കിൽ ആ അള്ളാഹു തന്നെയാണ് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ അധിക്ഷേപിച്ചുകൊണ്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ അവരുടെ പരിമിതികളെ എടുത്ത് പരിഹസിക്കും. ഇതൊക്കെ ദൈവം ചെയ്യുമോ? സംസ്കാരമില്ലാത്ത മനുഷ്യൻ ചെയ്യുമോ? ആലോചിച്ച് നോക്കുക, ആര് ചെയ്തതാണ് ഇതൊക്കെ? ഈ ഖുർആനിലാണ് ഇതൊക്കെ പറയുന്നത്. മുഹമ്മദിനെ ചോദ്യം ചെയ്ത ആളുകളെ, ഈ മതം വിശ്വസിക്കാൻ തയ്യാറാവാത്ത ആളുകളെ, തെളിവില്ലാത്തതിൻ്റെ പേരിൽ ഇതിനെ നിരാകരിച്ച ആളുകളെ കന്നുകാലികളെന്നും തന്തയ്ക്ക് പിറക്കാത്തവരെന്നും മാത്രമല്ല അന്ധര്, ബധിരര്, മൂകര് തുടങ്ങിയിട്ടുള്ള
മനുഷ്യർക്കിടയിലെ പരിമിതിയുള്ളവരെ പോലും അധിക്ഷേപിക്കുന്ന വാക്കുകൾ ഈ ഖുർആൻ നിരന്തരം ഉപയോഗിച്ചതായിട്ട് കാണാം. അപ്പോൾ ഖുർആൻ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് പ്രപഞ്ച സൃഷ്ടാവ് തയ്യാറാക്കി വെച്ച പുസ്തകമാണോ, അതോ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾക്കനുസരിച്ച് പുറത്തേക്ക് വിട്ട വികലവാക്യങ്ങളാണോ? സാമാന്യ ബുദ്ധി അവിടെ പ്രയോഗിച്ചാൽ മതി. ഇതൊന്നും മനുഷ്യൻ്റെ ബുദ്ധിയുടെയും യുക്തിയുടെയും പരിമിതിക്ക് പുറത്തുള്ള കാര്യങ്ങളല്ല. അതിൻ്റെയൊക്കെ എത്ര പരിമിതി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതിനെ തന്നെയാണ് അന്ന് ആളുകൾ ചോദ്യം ചെയ്തത്. അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് അതിനെയല്ല നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതിലേക്ക് വരുന്നുണ്ട്. ഇനി ഇദ്ദേഹം നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇനി ഒരു മുട്ടുസൂചിയിലേക്ക് വരുന്നുണ്ട്. അങ്ങോട്ട് ഞാൻ വരാം. ഇസ്ലാം മദ്യത്തെയും ലഹരിയെയും നിഷിദ്ധമാക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് മനുഷ്യന്റെ സ്വബോധത്തെ തന്നെ നശിപ്പിച്ചു കളയുന്നു. അത് മറപ്പിച്ചു കളഞ്ഞിട്ട് അമ്മയാണോ പെങ്ങളാണോ ഭാര്യയാണോ എന്നുള്ള വേർതിരിവ് പോലും സാധ്യമല്ലാത്ത രീതിയിൽ കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും മോശമായ രീതിയിൽ പെരുമാറുന്ന മൃഗീയമെന്ന് പോലും പറയുവാൻ സാധിക്കാത്ത അധമത്വത്തിലേക്ക് മനുഷ്യനെ തള്ളിവിടുമെന്നുള്ളത് കൊണ്ട് മനുഷ്യന്റെ ബുദ്ധിയെ സംരക്ഷിക്കുവാൻ വേണ്ടുന്ന നിയമശാസനകളാണ് ഇസ്ലാമിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആകെ കൂടെ ഇസ്ലാമിൻ്റെ ആളുകൾക്ക് പറയാനുള്ള 1-2 കാര്യങ്ങളാണ്. ഒന്ന്, അത് മദ്യത്തിനെതിരായത്, അത് പലിശക്കെതിരാണ്. ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഈ മദ്യത്തിൻ്റെ കാര്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. എന്തിനാണ് അള്ളാഹു അഡീഷണൽ മെസ്സേജായിട്ട് ഖുർആൻ കൊടുത്തയച്ചത്? മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിമിതിയുള്ളത് കൊണ്ടാണ്. ഈ പരിമിതിയുള്ള ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഈ മദ്യത്തിൻ്റെ ദൂഷ്യങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? പിന്നെന്തിനാണ് അതിന് ഒരു അഡീഷണൽ മെസ്സേജിൻ്റെ ആവശ്യം? എന്താണ്? മദ്യത്തിൻ്റെ ദൂഷ്യങ്ങൾ ആ മദ്യം ഉപയോഗിച്ച മനുഷ്യരെ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകൾക്കും അത് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്കും മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ ഒരു അഡീഷണൽ മെസ്സേജിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, അള്ളാഹുവിന് ഇത് പറയാനുള്ള അർഹതയുണ്ടോ? അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെങ്കിൽ മദ്യം സൃഷ്ടിച്ചതാരാ? മനുഷ്യനെ മദ്യം കുടിക്കാനുള്ള വിദ്യ പഠിപ്പിച്ചതാരാ? ഈ മദ്യം കുടിപ്പിച്ച് ലഹരിയാക്കിയിട്ട് മനുഷ്യരെ പിപ്പിരിയാക്കിയിട്ട് ഈ വൃത്തികേട് ചെയ്യാൻ വേണ്ട ഒരുക്കങ്ങളും അതിനുവേണ്ട സജ്ജീകരണങ്ങളും ഈ പ്രകൃതിയിൽ ഒരുക്കി വെച്ചത് ആരാണ്? ഇന്നെ കുറേ സാധനങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ മദ്യം ഉണ്ടാകുമെന്ന് മനുഷ്യർ കണ്ടെത്തിയതാണ്. പക്ഷേ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചതും അത് കൂട്ടിച്ചേർത്താൽ മദ്യം ഉണ്ടാകുന്നതും ആ മദ്യം മനുഷ്യൻ കുടിച്ചാൽ മനുഷ്യന് ലഹരി ഉണ്ടാകുന്നതൊക്കെ ഈ പഠിച്ചവൻ ഒരുക്കി വെച്ച സാധനമല്ലേ? ആ പഠിച്ചവൻ പിന്നെ ആ മദ്യത്തിൻ്റെ ദൂഷ്യങ്ങൾ പറഞ്ഞിട്ട് അഡീഷണൽ മെസ്സേജ് കൊടുത്തേക്കേണ്ട ആവശ്യം എന്താണ്? ആ പഠിച്ചവന് നേരും നിറയുള്ളവരാണെങ്കിൽ ആ സാധനം വേണ്ടെന്ന് വെച്ചാൽ പോരെ. ഇനി അതവിടെ വെക്കട്ടെ. മദ്യത്തിൻ്റെ ദൂഷ്യങ്ങൾ പറഞ്ഞു തരാൻ എന്തിനാണ് ഒരു പഠിച്ചോൻ പറഞ്ഞിട്ടാണോ ലോകത്തുള്ള മനുഷ്യർ മദ്യത്തിൻ്റെ ദൂഷ്യങ്ങൾ മനസ്സിലാക്കിയത്? നമ്മളൊക്കെ മദ്യത്തിൻ്റെ ദൂഷ്യങ്ങൾ മനസ്സിലാക്കിയത് അത് മനുഷ്യൻ്റെ ശരീരത്തിലും മനുഷ്യൻ്റെ മനസ്സിലും മനുഷ്യൻ്റെ തലച്ചോറിലും മനുഷ്യൻ്റെ ജീവിതത്തിലും അത് ഉണ്ടാക്കുന്ന ദൂഷ്യങ്ങൾ നേരിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സിലാക്കിയത് കൊണ്ടാണ് മദ്യം വേണ്ട എന്ന് നമ്മൾ പറയുന്നത്. മദ്യത്തിൻ്റെ ലഹരിയേക്കാളൊക്കെ മനുഷ്യർക്ക് ലഹരി കിട്ടുന്ന എത്രയോ ക്രിയാത്മകമായ കാര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ നമ്മുടെ ലഹരിയാക്കി അതിനെയൊക്കെ മാറ്റിയത്. ഞാൻ ചെറുപ്പത്തിലെ ഉപയോഗിച്ച് വന്ന ലഹരി എന്ന് പറയുന്നത് വായനയാണ്. വായന ഒരു ലഹരിയാണ്. വായനയിലൂടെ പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ഒരു ലഹരി ഉണ്ടാവും. ആ ലഹരി നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ യാതൊരു ദോഷവും ചെയ്യുന്നതല്ല, മറിച്ച് നമുക്ക് സന്തോഷവും സംതൃപ്തിയും വിജ്ഞാനവും നൽകുന്നതാണ്. ആ വിജ്ഞാനം നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിന് കൂടി ഗുണകരമാവുന്നതുമാണ്. നേരെ മറിച്ച് ഞാൻ മദ്യം കഴിച്ച് ബോധം കെട്ട് എന്തെങ്കിലും ലഹരിയിൽ ആറാടിക്കഴിഞ്ഞാൽ അത് എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും എൻ്റെ ആരോഗ്യത്തിനും ഹാനികരമാണെന്ന് മാത്രമല്ല എനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ അത് ദോഷകരമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു കോമൺ സെൻസ് മതി, സാധാരണ ബുദ്ധി മതി. എന്നിട്ടും ആളുകൾ അത് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മനുഷ്യരാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ദൈവം അഡീഷണൽ മെസ്സേജ് കൊടുത്തയച്ചിട്ട് ഈ മദ്യം കഴിക്കരുത് എന്ന് മനുഷ്യരോട് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്നിട്ട് മനുഷ്യരോട് എന്താണ് ലക്ഷ്യമായിട്ട് പറയുന്നത്? നിങ്ങൾ മദ്യം കഴിക്കാതിരുന്നാൽ, നിങ്ങൾ തെറ്റുകൾ ചെയ്യാതിരുന്നാൽ, നിങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് എന്ത് തരും എന്നാണ് ഈ ദൈവം ഈ ഖുർആനിൽ പറയുന്നത്? നിങ്ങളെ അടക്കാത്ത, ഒരിക്കലും പൂട്ടാത്ത കള്ളുഷാപ്പിൽ കൊണ്ടാക്കി തരാമെന്നാണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായിട്ട് ഈ ഖുർആൻ അവതരിപ്പിക്കുന്നത്. അതുമാത്രം മതി ഈ ഖുർആൻ ഏത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് വന്നതാണ് എന്ന് മനസ്സിലാക്കാൻ. ഒരു ദൈവം ഈ മാതിരി വഷളത്തരം പറയില്ല എന്ന് ചിന്തിക്കാൻ കോമൺ സെൻസിൻ്റെ ഒരു 10-1 മതി.
മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പള്ളാർച്ച് കള്ളുകുടിക്കലാണ്, 24 മണിക്കൂറും കള്ളുകുടിക്കലാണെന്നും കള്ളൊഴുകുന്ന പുഴയുള്ള സ്ഥലത്ത് എത്തിക്കലാണ് എന്നും അവിടെ പോയ ഇഷ്ടം പോലെ വ്യഭിചരിക്കാൻ സൗകര്യം ഉണ്ടാകും എന്നും അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല, ഒന്നും വായിലൂടെ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ആ ജാതി കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിന് ആത്യന്തിക ലക്ഷ്യമായിട്ട് തന്നെ ഈ അഡീഷണൽ മെസ്സേജിലൂടെ മനുഷ്യനെ അറിയിക്കാൻ ഈ ദൈവം കൊടുത്തയച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ നിലവാരം പരിശോധിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ദൈവമില്ല എന്നല്ല മനസ്സിലായത്, ദൈവം അല്ല എന്നാണ് മനസ്സിലായത്. അതാണ് നമ്മൾ 10-50 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പറഞ്ഞത് ദൈവമല്ല. ഈ മാതിരി വഷളത്തരങ്ങളും വൃത്തികേടുകളും ഇതുപോലെയുള്ള അപരിഷ്കൃതത്വങ്ങളും ഒന്നും ഒരു ദൈവം പറയുകയില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അത് പറയാനും അത് മനസ്സിലാക്കാനും മനുഷ്യന് എത്ര പരിമിതി ഉണ്ടെങ്കിലും ആ പരിമിതിയുള്ള ബുദ്ധി ധാരാളം മതി. ഈ അഡീഷണൽ മെസ്സേജിൻ്റെ കോലം എന്താണെന്ന് പരിശോധിക്കാൻ മനുഷ്യനിപ്പോൾ ഉള്ള പരിമിത ബുദ്ധി മതി എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിമിതി ഉള്ളതുകൊണ്ട് അള്ളാൻ്റെ അഡീഷണൽ മെസ്സേജ് നമ്മൾ വിശ്വസിക്കണം എന്നല്ലേ? അഡീഷണൽ മെസ്സേജായി കൊടുത്തയച്ച കാര്യങ്ങൾ മനുഷ്യൻ്റെ കോമൺ സെൻസിനേക്കാൾ നിലവാരം കുറഞ്ഞതാണെങ്കിൽ, മനുഷ്യൻ്റെ കോമൺ സെൻസിന് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ നിലവാരം കുറഞ്ഞതാണെങ്കിൽ പിന്നെ ആ അഡീഷണൽ മെസ്സേജിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് പിന്നാലെ പോകുന്നത്? അങ്ങനെയൊക്കെ പോയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ്, കള്ളും പെണ്ണും കിട്ടും. ഇതൊക്കെയാണോ ഒരു ദൈവം മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ജീവിത ലക്ഷ്യമായിട്ട് അവതരിപ്പിക്കുക? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ നമ്മുടെ ചിന്ത, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ചക്കിന് ചുറ്റും വട്ടം കറങ്ങുന്നത് പോലെ ഈ ഒരു മണ്ടത്തരത്തിന് ചുറ്റും വട്ടം കറങ്ങാനാണെങ്കിൽ നമുക്ക് കോമൺ സെൻസിൻ്റെ പോലും ആവശ്യമില്ല, ബുദ്ധിയുടെ ആവശ്യമില്ല. കന്നുകാലികളെക്കാൾ അതപ്പതിച്ചവരായിട്ട് അങ്ങ് ജീവിക്കാൻ ഇതുപോലുള്ള ഒരു മെസ്സേജ് കിതാബ് ഫോളോ ചെയ്താൽ മതി. പക്ഷെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഈ മെസ്സേജ് കിതാബിനകത്ത് തന്നെ അങ്ങേയറ്റം അയുക്തികമായ കാര്യങ്ങൾ, അസംബന്ധജടിലമായ കാര്യങ്ങൾ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, നെറികേടിൻ്റേതായ ധാർമ്മിക ഉത്ബോധനങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് കാണുന്നുവെങ്കിൽ ഇത് മനുഷ്യനിർമ്മിതമാണ് എന്ന ചരിത്ര യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ മനസ്സിലാക്കുന്നതോടുകൂടി നമ്മൾ കുറ്റവാളികളൊന്നുമല്ല ആകാൻ പോകുന്നത്, നമ്മൾ സ്വതന്ത്രരാവുകയാണ്. പിന്നെ വിശാലമായൊരു ലോകം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് യഥേഷ്ടം കാറ്റും വെളിച്ചം തട്ടുന്ന വിശാലമായൊരു ലോകത്ത് കൂടെ സഞ്ചരിക്കാൻ പറ്റും. അറിവിൻ്റെ ലോകത്തേക്ക് കടക്കാൻ പറ്റും, ചിന്തയുടെ ലോകത്തേക്ക് കടക്കാൻ പറ്റും, സർഗാത്മകതയുടെ ലോകം നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തിന് ഈ മദ്യത്തിനേക്കാളൊക്കെ എത്രയോ മനോഹരമായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള ലഹരികൾ കണ്ടെത്താൻ കഴിയും. അതിനെല്ലാം വിലക്കുന്നുണ്ട് ഈ മതം. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ലഹരികളെയും വിലക്കുന്നുണ്ട്. ലഹരി എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ലഹരികളല്ല, പോസിറ്റീവായിട്ടുള്ള ലഹരികൾ. അതാണ് ഞാൻ പറഞ്ഞത്. ചിന്താ സ്വാതന്ത്ര്യം, വിജ്ഞാന സ്വാതന്ത്ര്യം, മനുഷ്യന് സർഗാത്മകമായ ഒരുപാട് സിദ്ധികൾ ലഭിച്ചിട്ടുണ്ട്. ആ സിദ്ധികളൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും സമൂഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടും പ്രയോജനപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ നേടണമെങ്കിൽ ഇത്തരത്തിലുള്ള ചക്കുകാളകളുടെ അവസ്ഥയിൽ നിന്ന് നമ്മൾ മോചനം നേടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്വന്തം മക്കൾക്ക് അവരുടെ ആരോഗ്യത്തിനും അവരുടെ നന്മയ്ക്കും ദോഷകരമായ വിഷം നമ്മൾ വിളമ്പി വെക്കുക. എന്നിട്ട് വിളമ്പി വെച്ചിട്ട് അപ്പുറത്ത് എവിടെയെങ്കിലും ആരും കാണാത്ത ഒരു സ്ഥലത്ത് നോട്ടീസ് എഴുതി വെക്കുക, മക്കളെ അതിലുള്ള വിഷമെടുത്ത് കുടിക്കരുതെന്ന്. നമ്മൾ അറിവില്ലാത്ത നമ്മുടെ കുട്ടികളാണെങ്കിൽ ആ കുട്ടികളുടെ മുമ്പിൽ ആ കുട്ടികൾക്ക് കയ്യെത്താത്തത് വരുന്നത്. നമുക്കങ്ങനെ വേറെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിവെച്ച കീടനാശിനിയോ മറ്റോ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് കയ്യെത്താത്തയിടത്തും കുട്ടികൾക്ക് കാണാൻ പറ്റാത്തയിടത്തുമായിട്ട് നമ്മളതിനെ മാറ്റിവെക്കുകയാണ് ചെയ്യുക. ഇവിടെ അള്ളാഹു എന്ന സ്രഷ്ടാവ് തൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് എന്നാൽ നിങ്ങൾ മദ്യം വാറ്റി കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കുക ചെയ്ത്. ഈ മദ്യം അനുഗ്രഹമാണ് എന്ന് പറയുന്ന കോമഡി വരെ ഈ ഖുർആനിലുണ്ട് താനും. മനുഷ്യർക്ക് അള്ളാഹു ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മദ്യം പറയുന്നുണ്ട്. അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഒരച്ഛൻ സ്വന്തം മക്കളോട് ചെയ്യാത്ത കാര്യങ്ങൾ ഒരു സ്രഷ്ടാവ് തൻ്റെ സൃഷ്ടികളോട് ചെയ്തു എന്നാണ് ഈ ഖുർആൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. ഇതൊക്കെ ഒരു ദൈവം ചെയ്തു വെച്ചതാണെങ്കിൽ. കേൾക്കാം നമുക്ക് തുടർന്ന്. ഒരു ഇസ്ലാമിക ഭരണകൂടം പൗരന്റെ അനിവാര്യമായും സംരക്ഷിക്കപ്പെടേണ്ട 5 കാര്യങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിൽ മതം, അതേപോലെ തന്നെ ജീവൻ, ബുദ്ധി, സന്താനം, സമ്പത്ത് എന്നിവയുടെ കൂട്ടത്തിൽ ബുദ്ധി എന്നത് പ്രത്യേകം നമുക്ക് കാണുവാൻ സാധിക്കും. മതനിയമങ്ങൾ ബാധകമാകാനുള്ള നിബന്ധനകളിൽ ബുദ്ധിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മതത്തിന്റെ നിയമം നമുക്ക് ബാധകമാകണമെങ്കിൽ ബുദ്ധിയില്ലാത്ത ആളുകൾക്ക്, അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക്, ഭ്രാന്തന്മാരായ ആളുകൾക്ക് മതശാസ്ത്രങ്ങൾ ബാധകമല്ല. കാരണം മതം ബുദ്ധിയെ അംഗീകരിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപാട് ചിന്തിക്കാൻ വകയുള്ള മറ്റൊരു കാര്യമാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. മതം
ബുദ്ധിയുള്ളവർക്ക് മാത്രം ബാധകമാണ്. ബുദ്ധിയില്ലാത്തവർക്ക്, ബുദ്ധി കുറഞ്ഞവർക്ക്, ഭ്രാന്തുള്ളവർക്ക്, കുട്ടികൾക്ക് ഇവർക്കൊന്നും ഈ മതം ബാധകമല്ല എന്ന് ഈ മതം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മതം ബുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഇതും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതെല്ലാം നുണയാണ് എന്നതിൻ്റെ ഒരു നല്ല ദൃഷ്ടാന്തമാണ്. കാരണം ഒരു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ചില ഉദ്ദേശങ്ങളോട് കൂടിയാണ്. ആ ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ചില ഇടപാടുകളാണ്. മനുഷ്യരെല്ലാവരും ദൈവത്തിനെ മനസ്സിലാക്കി ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ഈ മതം മൊത്തത്തിൽ കഥ പറയുന്നത്. ആ ദൈവം പിന്നെ എന്തിനാണ് ബുദ്ധിയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിച്ചത്? എന്തിനാണ് ബുദ്ധി കുറഞ്ഞവരെയും കൂടിയവരെയും സൃഷ്ടിച്ചത്? എന്തിനാണ് മന്ദബുദ്ധികളായിട്ടുള്ള ആളുകളെ സൃഷ്ടിച്ചത്? എന്തിനാണ് ഭ്രാന്തുള്ളവരെ സൃഷ്ടിച്ചത്? അങ്ങനെയൊക്കെയുള്ള ആളുകളെ പിന്നീട് പരിഗണിക്കാതിരിക്കുമെന്നാണ് പറഞ്ഞത്. മതം അവർക്ക് ബാധകമല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യരെന്ന് പറയുന്ന ഭൂമിയിലെ ഈ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് ബാധകമല്ലാത്ത ഒരു സാധനമാണ് ഈ ദൈവം തന്നെ മനുഷ്യർക്ക് മാർഗദർശനത്തിനായി കൊടുത്തയച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അനീതിയില്ലേ? അതിനകത്തൊരു വൈരുദ്ധ്യമില്ലേ? ഇപ്പോൾ ബുദ്ധിയുടെ കാര്യം തന്നെ എടുക്കാം നമുക്ക്. മനുഷ്യരുടെ ബുദ്ധി നിലവാരം എന്ന് പറയുന്നത് വളരെ വേരിയബിളാണ്. എല്ലാ മനുഷ്യർക്കും ഒരേ അളവിലല്ല ബുദ്ധിയുള്ളത്. വളരെ ഐക്യു കൂടിയ ബുദ്ധി നിലവാരം കൂടിയ ആളുകളുണ്ട്. ബുദ്ധി നിലവാരം ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് അവസാനം തലച്ചോറിൻ്റെ വളർച്ച പോലുള്ള കാര്യങ്ങളിലൊക്കെ പരിമിതികളുള്ളത് കൊണ്ട് ബുദ്ധിമാന്യം സംഭവിച്ച ഒരുപാട് മനുഷ്യരിവിടെ ജനിച്ച് ജീവിക്കുന്നുണ്ട്. ബുദ്ധിമാന്യം ഉള്ളവരിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. അതിലേറ്റവും സിവിയർ ആയിട്ടുള്ള കാറ്റഗറി മുതൽ മൈൽഡായിട്ടുള്ള കാറ്റഗറി വരെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ കാറ്റഗറി ഉണ്ട്. ഏറ്റവും സിവിയർ ആയിട്ടുള്ള ബുദ്ധിമാന്യം എന്ന് പറയുന്നത് ഒരു പട്ടിക്ക് പൂച്ചയ്ക്ക് ഉള്ള സംവേദനക്ഷമത പോലും ഇല്ലാത്ത അവസ്ഥയിൽ ജനിച്ച് മനുഷ്യക്കോലത്തിൽ ജീവിച്ച് കിടക്കുന്ന മനുഷ്യരുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങനെ കണ്ട് ഗ്രേഡ് കൂടി വന്നിട്ട് വളരെ നോർമലായിട്ടൊരു ഉള്ള ഒരു ബുദ്ധിയേക്കാൾ വളരെ താഴെ ബുദ്ധി നിലവാരമുള്ള പല കാറ്റഗറിയിലുള്ള ബുദ്ധി ഉണ്ട്. ബുദ്ധിമാന്യത്തിൻ്റെ പല വേർഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിലേത് കൂട്ടർക്കാണ് നിങ്ങളെ മതം ബാധകമായിട്ടുള്ളത്? ഇവർക്കൊന്നും മതം ബാധകമല്ല എങ്കിൽ ലക്ഷക്കണക്കിന് അങ്ങനെയുള്ള മനുഷ്യർ ഈ ലോകത്ത് എന്തിനാണ് ജനിച്ച് ജീവിക്കുന്നത്? അവരുടെ ജീവിതം കൊണ്ട് എന്താണ് ഈ അള്ളാഹു ഉദ്ദേശിക്കുന്നത്? അവർ നാളെ മരിച്ചു എന്നിട്ട് അവരെ അള്ളാഹു വിചാരണ ചെയ്യുമോ? അവരെ അള്ളാഹു സ്വർഗത്തിലിടുമോ? അവരെ അള്ളാഹു നരകത്തിലിടുമോ? അതോ അവരെ അള്ളാഹു പുനർജനിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കുമോ? അതോ അവരെ പുനർജനിപ്പിച്ചിട്ട് സ്വർഗത്തിലും നരകത്തിലും അല്ലാത്ത ഒരു കയ്യാലപ്പുറത്ത് അവരെ ഇരുത്തോ? എന്താണ് അള്ളാഹു അവരെ കൊണ്ട് ചെയ്യാൻ പോകുന്നത്? എന്ത് ചെയ്താലും അവിടെ ഒരു നീതിരാഹിത്യമുണ്ട്. കാരണം ഒരു ദൈവം തൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് പൊതുവായിട്ട് ഒരു നിർദ്ദേശം നൽകി പൊതുവായിട്ടൊരു ലക്ഷ്യം നൽകുകയാണെങ്കിൽ ആ നിർദ്ദേശവും ആ ലക്ഷ്യവും അനുസരിച്ച് ജീവിക്കാനുള്ള ബുദ്ധിപരമായ പ്രാപ്തി ആ മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലേ അവിടെ ഒരു നീതി എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ആരെയൊക്കെ പിടിച്ച് ശിക്ഷിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പോൾ എനിക്ക് ഒരു സാമാന്യ ബുദ്ധിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ പറയുന്ന ഈ തീരുമാനങ്ങളൊക്കെ പറയാൻ ഞാൻ തയ്യാറാവുന്നത്. ഞാൻ ഈ നിഗമനങ്ങളിലൊക്കെ എത്തിച്ചേർന്നത് എൻ്റെ പരിമിതമായ ആ ബുദ്ധിയുടെ പരമാവധി പ്രവർത്തനം ഉപയോഗപ്പെടുത്തിയതുകൊണ്ടാണ്. ഈ ഖുർആൻ എടുത്ത് ആദ്യമായി വായിക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ള വൈരുദ്ധ്യങ്ങളും ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള മണ്ടത്തരങ്ങളും കണ്ടപ്പോഴാണ് എനിക്ക് ഇത് ദൈവത്തിൻ്റെ പുസ്തകമല്ല എന്ന് മനസ്സിലായത്. അങ്ങനെ മനസ്സിലായത് എൻ്റെ കുറ്റമാണോ, എൻ്റെ ബുദ്ധിയുടെ പരിമിതിയാണോ? എൻ്റെ ബുദ്ധിയുടെ പരിമിതിയാണെങ്കിൽ അതിന് ഞാനാണോ ഉത്തരവാദി, അതോ ഈ പരിമിതിയുള്ള ബുദ്ധി എനിക്ക് തന്നവരാണോ ഉത്തരവാദി? എൻ്റെ ബുദ്ധിക്ക് ഇത് ശരിയല്ല എന്നത് വെറും തോന്നലല്ല, ബോധ്യമാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതിനെ തള്ളിക്കളയുന്നത്. ആ ബോധ്യം എങ്ങനെയാണ് എൻ്റെ കുറ്റമാകുന്നത്? ആ ബോധ്യം എന്ന് പറയുന്നത് സഹജമായിട്ട് എൻ്റെ ബുദ്ധിയുടെ അവസ്ഥയിൽ വന്നു ചേർന്നിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള കഴിവ് എനിക്കില്ല. അങ്ങനെ തന്നെ കൂട്ടിക്കോ. എൻ്റെ പരിമിത ബുദ്ധിയാണ് തന്നെ കൂട്ടിക്കോ. ആ പരിമിത ബുദ്ധിക്ക് അപ്പുറത്തേക്ക് ഈ മണ്ടത്തരങ്ങളെല്ലാം വെട്ടി വിഴുങ്ങാനുള്ള ഒരു കഴിവ് എനിക്കില്ല. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഖുർആൻ തള്ളിക്കളയുന്നത്.
കാരുണ്യവാനാണ് ദൈവം, കാരുണ്യം കൊണ്ട് ഇരിക്കപ്പുറതി ഇല്ലാത്തവനാണ് ദൈവം എന്ന് പറയുകയും ആ ദൈവം മനുഷ്യരെയും ഭൂമിയെ ഉണ്ടാക്കുന്നതിന് മുമ്പ് നരകം ഉണ്ടാക്കി വെച്ചിട്ട് നരകത്തിനോട് നിൻ്റെ വയറ് ഞാൻ നിറച്ചു തരാം എന്ന് വാഗ്ദാനം ചെയ്തിട്ട് നരകത്തിൻ്റെ വയറ് നിറക്കാനുള്ള ഏർപ്പാടുകളായിട്ടാണ് പിന്നെ ബാക്കി സൃഷ്ടിയെല്ലാം നടത്തിയത് എന്നാണ് ഈ കഥയിൽ പറയുന്നത്. ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നരകം ഉണ്ടാക്കി വെച്ചിട്ട് നരകത്തിനോട് ഞാൻ വയറ് നിറച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്ത് വന്നിട്ട് മനുഷ്യരെ മുഴുവൻ പിഴപ്പിക്കാൻ ഇബ്ലീസിനെ അടക്കം സൃഷ്ടിച്ചു വിട്ട് മനുഷ്യരെ മുഴുവൻ പിഴപ്പിക്കാൻ വേണ്ടി ഏർപ്പാടൊക്കെ ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മദ്യമൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഇങ്ങനെയുള്ള എല്ലാ കുരുത്തക്കടും ചെയ്തു വെച്ചിട്ട് നരകം നിറക്കാൻ തീരുമാനിച്ച ഒരാൾ ഞാൻ നീതിമാനാണ്, കാരുണ്യം കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒത്തുപോകുന്നില്ല. അത് രണ്ടും കൂടെ ഒരു കലത്തിൽ വേവിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ സാമാന്യ യുക്തിയിൽ ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ കുത്തിക്കൊള്ളിക്കാൻ പറ്റില്ല. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് മനുഷ്യരുണ്ടാക്കിയ വിഡ്ഢിത്തമാണ് എന്ന് മനസ്സിലാക്കിയത്. ആ വിഡ്ഢിത്തം മനസ്സിലാക്കി അത് ഉപേക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ നാളെ എന്നെയും പിടിച്ച് നരകത്തിലെ നിത്യനരകത്തിലെ വിറകാക്കാൻ കാത്തിരിക്കുകയാണ് കാരുണ്യം കൊണ്ട് ഇരിക്കപ്പുറതിയില്ലാത്ത നിങ്ങളുടെ പടച്ചോൻ. ഇതൊക്കെ കൂടെ എങ്ങനെയാണ് വിഴുങ്ങുക എന്നാണ് എൻ്റെ ചോദ്യം. അവിടെയാണ് നിങ്ങൾ യുക്തിക്ക് പരിമിതി ഉണ്ട് എന്ന വാദവുമായിട്ട് വരുന്നത്. ആ യുക്തിക്ക് പരിമിതി ഉണ്ടെങ്കിൽ അങ്ങനത്തെ പരിമിത യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ആളുകളോട് ആ പരിമിത യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് അവർക്ക് മനസ്സിലായതിൻ്റെ പേരിൽ, അവർക്ക് നിങ്ങൾ പറയുന്ന മണ്ടത്തരം മനസ്സിലാവാത്തതിൻ്റെ പേരിൽ അവരെ കന്നുകാലികൾ എന്നും നികൃഷ്ടജീവികൾ എന്നും ഒക്കെ വിളിച്ച് പുലഭ്യം പറയുന്നത് ഒരു ദൈവത്തിൻ്റെ നിലവാരത്തിന് ചേർന്നതാണോ? കാരുണ്യം കൊണ്ട് ഇരിക്കപ്പുറതിയില്ലാതെ ഇതൊക്കെ ഉണ്ടാക്കാൻ പോയ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ബുദ്ധിമാന്യത്തോടു കൂടി ജനിച്ചവർ, ഭ്രാന്തുള്ളവർ, കുട്ടികൾ ഇവരൊക്കെ മരിച്ചു പോകുന്നുണ്ട്. ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ പരീക്ഷയില്ലാതെ നേരെ ചാക്കീരി പാസ് കൊടുത്തിട്ട് സ്വർഗത്തിലിടുവോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ബുദ്ധി കൊടുത്തിട്ട് അവർക്ക് പരീക്ഷ വെച്ച് അവരെ നരകത്തിലിടുന്നതും കുറച്ച് ആൾക്കാർക്ക് ബുദ്ധി കൊടുക്കാതെ അവർക്ക് പരീക്ഷ പോലും ഇല്ലാതെ അവരെ സ്വർഗത്തിലിടുന്നതും ഒരേ ദൈവം ചെയ്യുന്ന കാര്യമാണെങ്കിൽ അവിടെ എന്ത് നീതിയാണുള്ളത്? കുട്ടികളൊക്കെ മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. കുട്ടികളായാൽ പിന്നെ അവർ മരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത്. കാരണം കുട്ടികൾക്ക് മരിച്ചാൽ പിന്നെ അവർക്ക് പരീക്ഷയില്ല, നേരെ സ്വർഗത്തിൽ പോകാം. അവർ ജീവിക്കുകയാണെങ്കിൽ അവർ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ട് അവർ നരകത്തിൽ പോകാനുള്ള സാധ്യത വർദ്ധിക്കും. ഇങ്ങനെയൊക്കെയാണ് കഥ പറയുന്നത്. എവിടെയും സാമാന്യ യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന കഥയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല, ഒരു നിലനിൽപ്പുമില്ല എന്ന്. ഇതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പരിമിത ബുദ്ധിക്ക് പോലും എന്തോ തകരാറ് സംഭവിച്ച ഏതോ മനുഷ്യൻ്റെ വികൃത ജൽപ്പനങ്ങളായിരുന്നു എന്നല്ലാതെ വേറെ എന്താണ് നമ്മളിത് ഇന്ന് മനസ്സിലാക്കുക? ഇനി മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതി ഉള്ളതുകൊണ്ട് മനുഷ്യർക്ക് യുക്തിയിൽ കൊള്ളാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി അഡീഷണൽ മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന ആളുകൾ തന്നെ പറയുന്ന ഒരു കാര്യം, മനുഷ്യർക്ക് ശരിയും തെറ്റും എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിവില്ല, മനുഷ്യർക്ക് എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല, അതിനൊക്കെ ദൈവത്തിൻ്റെ നിയമാവലി ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമാവലി കൊടുത്തയച്ചത് എന്നാണ് ഈ പറയുന്നത്. മണ്ടത്തരമാണ്. കാരണം മനുഷ്യർക്ക് ഇവിടെ ജീവിക്കുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാനും ആ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവിടെ വേണ്ടതും വേണ്ടാത്തതും തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ള കഴിവ് മനുഷ്യരുടെ ഈ പരിമിത ബുദ്ധിയിൽ തന്നെ ആവശ്യത്തിലേറെയുണ്ട്. ഇനി അങ്ങനെ ആ കഴിവ് മനുഷ്യർക്ക് ഇല്ല എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ മെസ്സേജ് കൊടുത്തയക്കുകയാണെങ്കിലോ ആ കൊടുത്തയച്ച അഡീഷണൽ മെസ്സേജ് ഈ കഴിവിനും പുറത്തേക്ക് നിലവാരമുള്ളതായിരിക്കണം. അത് പരിശോധിച്ചാലോ ഈ ദൈവം കൊടുത്തയച്ചു എന്ന് പറയുന്ന നിയമങ്ങളും ചട്ടങ്ങളും ശരിതെറ്റുകളുടെയും സദാചാരത്തിൻ്റെയും ഒക്കെ നിയമങ്ങളും ചട്ടങ്ങളും നമ്മൾ പരിശോധിച്ചാൽ എന്താ സ്ഥിതി? നമ്മുടെ പരിമിത യുക്തി കൊണ്ട് പരിശോധിച്ചാൽ തന്നെ അത് നമ്മുടെ യുക്തിയുടെ പരിധിക്കും എത്രയോ താഴെയാണ് അതിലെഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാവും. അതീ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ മാത്രമല്ല, അതൊക്കെ ഇതുണ്ടായ കാലത്തെ മനുഷ്യൻ്റെ പരിമിതമായ മണ്ടത്തരങ്ങളും വൃത്തികേടുകളുമാണ് എന്ന് മനസ്സിലാക്കാൻ കൂടി നമുക്ക് പരിമിതമായ ബുദ്ധി ധാരാളം മതി. ആ ബുദ്ധി ഉപയോഗിച്ച് പരിശോധിച്ചപ്പോഴാണ് ഇതിനകത്തുള്ള ധാർമ്മിക നിയമങ്ങളും സദാചാര നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും മനുഷ്യൻ്റെ യുക്തിക്ക് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് ദൈവം മുകളിൽ അഡീഷണലായിട്ട് കൊടുത്തയച്ചതല്ല, മറിച്ച് മനുഷ്യൻ്റെ പരിമിതമായ യുക്തിയുടെയും സംസ്കാരത്തിൻ്റെയും ഒരു കാലഘട്ടത്തിൽ ആ മനുഷ്യൻ അന്നത്തെ ആവശ്യത്തിന് വേണ്ടി പടച്ചുണ്ടാക്കിയതാണ് എന്ന് ബോധ്യപ്പെടുന്നത്. അത്തരം ബോധ്യങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ അവിശ്വാസം എന്ന് പറയുന്നത്. എനിക്കിവിടെ ജീവിക്കാൻ, ശരികളും തെറ്റുകളും മനസ്സിലാക്കി ജീവിക്കാൻ, ഞാൻ ഈ 10-60-70 കൊല്ലം ജീവിച്ചിട്ട് ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആത്മവിശ്വാസത്തോടെ എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഒരു ഗുരുതരമായ ഒരു തെറ്റും ആരോടും ചെയ്തിട്ടില്ല, അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല.
ഞാൻ ചെയ്തതൊക്കെ എനിക്ക് ശരിയാണ് എന്ന് ബോധ്യമുള്ള കാര്യങ്ങളാണ്. ആ ശരികൾ കൂടുതൽ ശരികളായിരുന്നു എന്ന് എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ശരികൾ ചെയ്തുകൊണ്ട് ഇവിടെ ജീവിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റേതായ ഒരുപാട് ബെനിഫിറ്റുകൾ, അതിൻ്റേതായ ഒരുപാട് ഗുണങ്ങളും നന്മകളും അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ ഈ സമൂഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ജീവിച്ചത് ശരിയായിരുന്നു എന്നതിൻ്റെ തെളിവായിട്ട് ആ ശരിയുടെ സൽഫലങ്ങൾ എനിക്ക് ജീവിതത്തിൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് എൻ്റെ അനുഭവം. എൻ്റെ ശരികളും എൻ്റെ തെറ്റുകളും ഒന്നും ഏതെങ്കിലും ഒരു കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രൂപീകരിച്ചതല്ല. കിതാബുകൾക്കപ്പുറത്തേക്ക് ചക്കുകാളയുടെ ആ വൃത്തമൊക്കെ പൊട്ടിച്ച് പുറത്ത് കടന്ന് അതിനേക്കാളും വിശാലമായ ഒരു ലോകമുണ്ടെന്ന് കണ്ടെത്തി എൻ്റെ യുക്തിയുടെ പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ കണ്ടെത്തിയ ശരികളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ ജീവിച്ചിട്ടുള്ളത്. ഞാൻ കണ്ടെത്തിയ തെറ്റുകൾ ഞാൻ മാറ്റി നിർത്തിയിട്ടുമുണ്ട്. അങ്ങനെ ജീവിച്ചതുകൊണ്ട് എൻ്റെ ജീവിതം എനിക്ക് എൻ്റെ ശരികൾ തന്നെയായിരുന്നു ഏറ്റവും ശരിയെന്ന് ബോധ്യപ്പെടുത്തും വിധം വിജയകരമായിട്ട് തന്നെ ജീവിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ദൈവം ആകാശത്തു നിന്ന് കൊടുത്തയച്ച ഒരു അഡീഷണൽ മെസ്സേജും എനിക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ആ അഡീഷണൽ മെസ്സേജുകൾ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യ സമൂഹത്തിന് വളരെയധികം ദോഷം ചെയ്യുന്നു എന്ന് ഞാൻ തിരിച്ചറിയുക കൂടി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ സാധനത്തിനെതിരായിട്ട് എൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചത്. ഇത് ശരിയല്ല എന്ന് സമൂഹത്തോട് പറയാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ചത് ഇത് ശരിയല്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. ആ ബോധ്യം തന്നെയായിരുന്നു ശരി. അത് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതും മനുഷ്യരാശിയോട് മൊത്തം എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ശരിയാണ് എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുകയും ചെയ്യുന്നു. 3 കാര്യങ്ങൾ അതിന്റെ മേജർ പോയിന്റുകളായി, പ്രധാനപ്പെട്ട സംഗതികളായി കാണുവാൻ സാധിക്കും. ഒന്ന് ദൈവവിശ്വാസം അഥവാ തൗഹീദാണെങ്കിൽ, മറ്റൊന്ന് പ്രവാചകന്മാരിലുള്ള വിശ്വാസം റിസാലത്താണ്, മൂന്നാമത്തേത് ആഖിറത്താണ്. ഈ 3 വിഷയം മതത്തിന്റെ ആണിക്കല്ലാണെങ്കിൽ അത് എത്രമാത്രം യുക്തിഭദ്രമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അഥവാ ഇസ്ലാം സമൂഹത്തോട് സംസാരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കുവാൻ സാധിക്കും. ഇപ്പോഴാണ് ഇദ്ദേഹം വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് എത്തുന്നത്. ഇസ്ലാമും ഖുർആനും മനുഷ്യർക്ക് എത്തിച്ചു കൊടുത്തത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളും മനുഷ്യൻ്റെ യുക്തിക്ക് ഏറ്റവും നിരക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഈ സമ്മേളനത്തിന് ക്ഷണിച്ചുകൊണ്ട് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, ഇവരടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ യുക്തി കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല എന്നാണ്. യുക്തി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ മനുഷ്യർക്ക് അഡീഷണലായിട്ട് എത്തിച്ചു കൊടുത്തതാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ആ എത്തിച്ചു കൊടുത്ത 3 സാധനത്തിൻ്റെ യുക്തിയാണ് ഇനി ഇദ്ദേഹം വിശദീകരിക്കാൻ പോകുന്നത്. അതെങ്ങനെ ശരിയാവുക? പരിമിതമായ യുക്തി കൊണ്ട് യുക്തിക്ക് നിരക്കാത്ത അല്ലെങ്കിൽ യുക്തിയിൽ കൊള്ളാത്ത ഒരു കാര്യം എങ്ങനെയാണ് യുക്തിസഹമാണ് എന്ന് മനുഷ്യൻ കണ്ടെത്തുക? അതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. 3 കാര്യങ്ങൾ, 3 പ്രധാന പോയിന്റുകൾ. 1 തൗഹീദ്, 2 റിസാലത്ത്, 3 ആഖിറം. ഈ 3 സാധനങ്ങളാണ് ഇനിയിപ്പോൾ യുക്തിക്ക് നിരക്കുന്നതാണോ അല്ലേ എന്ന് ഇദ്ദേഹം പരിശോധനയ്ക്ക് വെക്കുന്നത്. പക്ഷേ ഈ 3 സാധനങ്ങളുമാണ് മനുഷ്യൻ്റെ യുക്തിയുടെ പരിമിതിയിൽ കൊള്ളാത്തത് കൊണ്ട് ദൈവം അഡീഷണലായിട്ട് മനുഷ്യരോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ യുക്തിസഹമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് എന്തുകൊണ്ടാണ്? നമ്മുടെ പരിമിതമായ യുക്തി കൊണ്ട്. നമ്മുടെ യുക്തി എത്രമാത്രം പരിമിതമാണ്? ഈ പറഞ്ഞ 3 സാധനവും പരിശോധിക്കാൻ മാത്രം പര്യാപ്തമല്ല, അത്രയും പരിമിതമാണ്. അപ്പോൾ നമ്മുടെ യുക്തി കൊണ്ട് പരിശോധിക്കാൻ ഒരിക്കലും പറ്റാത്ത, നമ്മുടെ യുക്തിയുടെ എല്ലാ കഴിവുകൾക്കും അപ്പുറത്തുള്ള 3 സാധനങ്ങൾ നമ്മളോട് വെട്ടി വിഴുങ്ങാൻ വേണ്ടി പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വിളമ്പുമ്പോൾ, എന്നിട്ട് ആ വിളമ്പിയ സാധനം നമ്മൾ യുക്തി കൊണ്ട് പരിശോധിച്ച് യുക്തിസഹമാണ് എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എല്ലാം പൊളിഞ്ഞില്ലേ? പറഞ്ഞു വന്നതെല്ലാം പരസ്പര വിരുദ്ധമായിട്ട് ഇവിടെ വെച്ച് തന്നെ പൊട്ടിപ്പൊളിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്. സാമാന്യ യുക്തി ഉപയോഗിച്ചാൽ തന്നെ മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വൈരുദ്ധ്യങ്ങളും വിരോധ ആഭാസങ്ങളുമാണ് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഇനി ഇദ്ദേഹം ഈ 3 സാധനങ്ങൾ ഈ പ്രസംഗത്തിൽ വിശദീകരിക്കുകയാണ്. തൗഹീദ്, റിസാലത്ത്, ആഖിറം. തൗഹീദിന് ഇദ്ദേഹം വേറൊരു കസർത്ത് നടത്തുന്നുണ്ട്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇസ്ലാമിലെ തൗഹീദ് ദൈവവിശ്വാസമൊന്നുമല്ല. അത് നമുക്ക് കൂടുതൽ പിന്നീട് വിശദീകരിക്കാം. പിന്നെ റിസാലത്താണ്. ഈ റിസാലത്ത് എന്ന് പറഞ്ഞാൽ അഡീഷണൽ മെസ്സേജും കൊണ്ട് മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ഒരു ഏജൻറ്റ് വന്നിട്ട്, മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ഒരു ഇടനിലക്കാരൻ വന്നിട്ട്
ഞാൻ റസൂലാണ്, ഞാൻ ദൂതനാണ് എന്ന് പറഞ്ഞിട്ട് ഈ കൊടുത്തയച്ച ദൂത് നമ്മളോട് പറയുന്ന ഏർപ്പാടിനാണ് റിസാലത്ത് എന്ന് പറയുന്നത്. അത് യുക്തിക്ക് നിരക്കുന്നതാണെന്നാണ്. അതിൻ്റെയൊക്കെ യുക്തി നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അശേഷം യുക്തിക്ക് നിരക്കാത്ത ഏർപ്പാടാണ് റിസാലത്ത് എന്ന് പറഞ്ഞത്. ഇസ്ലാമിലെ തൗഹീദ് നമുക്ക് പരിശോധിക്കാം, ഇസ്ലാമിലെ റിസാലത്തിൻ്റെ യുക്തി നമുക്ക് പരിശോധിക്കാം. പിന്നെ ആഖിറമാണ് പറയുന്നത്. ആഖിറം എന്താണ്, ഏതാണ്, എവിടെയാണ് എന്നുള്ളത് ഈ കഥാപുസ്തകങ്ങളിൽ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് തെളിവൊന്നുമില്ല. പക്ഷേ ഈ ആഖിറം എങ്ങനെയാണ് മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കിയത്, എന്തുകൊണ്ടാണ് മനുഷ്യരൊരു ആഖിറം സങ്കല്പിച്ചുണ്ടാക്കിയത് എന്നത് യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് സാമാന്യ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. ഈ ആഖിറത്തിലുള്ള വിഭവങ്ങളുടെയും ആഖിറത്തിലുള്ള ഏർപ്പാടുകളുടെയും വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ഈ ആഖിറം മനുഷ്യൻ്റെ ഒരു വികല സങ്കല്പം മാത്രമാണ് എന്നും നമുക്ക് ബോധ്യപ്പെടും. ഈ 3 കാര്യവും നമുക്ക് വിശദമായി തന്നെ ഇദ്ദേഹത്തോടൊപ്പം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. അടുത്ത വീഡിയോയിൽ നമുക്ക് തുടരാം.